ഹലോ, വെൽക്കം ടു അവർ ചാനൽ ധ്രുവി ധോനി വ്ളോഗ്സ്. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ദിവസം എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നീന്തിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കേട്ടോ. അങ്ങനെ നമുക്ക് പരിപാടിയിലേക്ക് പോവാം. ഇന്ന് ബീഫ് കറിയാണ് കേട്ടോ. ബീഫൊക്കെ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലഞ്ചിൻ്റെ കൂടെ എടുക്കാം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എടുക്കാം എന്ന ഉദ്ദേശത്തിലാണ് രാവിലെ ബീഫ് കറി വെക്കുന്നത്. അപ്പം ബീഫ് കറി നല്ല കോമ്പിനേഷനല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛനാണ് കേട്ടോ ഇന്നത്തെ കുക്കിങ്. സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് അച്ഛൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. രണ്ടുപേരും ഉണർന്ന് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഒന്ന് ഒരുക്കിയൊക്കെ എടുക്കണം. അങ്ങനെ ഞാൻ കുളിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ആ തൊപ്പി വെച്ച് മാത്രം ഒരു ഫോട്ടോസ് എടുക്കാൻ നോക്കി. പക്ഷേ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല നിർബന്ധമായിരുന്നു, ഉറങ്ങാനുള്ള ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തില്ല. അതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അച്ഛൻ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അച്ഛനാണ് വെച്ചത്. അപ്പോൾ നമ്മൾ സാധാ കേക്കാണ് കേട്ടോ മേടിച്ചത്. പ്ലം കേക്ക് മേടിക്കാമെന്നുണ്ടായിരുന്നു, പിന്നെ ഇത് മേടിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ ഒരു പപ്പാനിയുടെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കണ്ടില്ലായിരുന്നു, അങ്ങനെ അത് നോക്കിയതാണ്. ഒരു ഉടുപ്പുണ്ട്, പിന്നെ ഒരു ബാഗ് പോലത്തെ ഒരു സംഭവമുണ്ട് കേട്ടോ. കൊള്ളായിരുന്നു. പിന്നെ പാൻറ്റ് എനിക്ക് അവർക്ക് ശരിയാവുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു, പക്ഷേ കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഒരു തൊപ്പിയും കൂടി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അവരെ ഒന്ന് ഇടിയിപ്പിച്ച് നോക്കിയാലോ. അങ്ങനെ ഡ്രസ്സ് ഇടിയിപ്പിക്കുന്ന ഒരു അംഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ ഭയങ്കര നിർബന്ധമായിരുന്നു, ഇടിപ്പിക്കാനേ പാടായിരുന്നു. അങ്ങനെ അതാണ്. ഈ ഡ്രസ്സിന് ഭയങ്കര ചൂടാണ് കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ ഇട്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു, അപ്പോഴേ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഒട്ടും കംഫർട്ടല്ലായിരുന്നു ആ ഡ്രസ്സിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്നലെ രാത്രി ഒരു കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം എങ്ങനെയാണ് ക്രിസ്മസൊക്കെ ആഘോഷിച്ചോ? നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബേബീസ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആട്ടോ. അതാണ് ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഡ്രസ്സൊക്കെ മേടിക്കാം, അവർക്ക് ഇട്ടൊക്കെ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ എന്തൊരു ഇതുപോലത്തെ ചെറിയ ചെറിയ ഫെസ്റ്റിവൽസൊക്കെ വന്നാലും അതുപോലെയൊക്കെ ഒരുക്കി നിർത്താനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയല്ലേ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെയൊക്കെ ഒരുക്കി നിർത്തുന്നത്. അപ്പോൾ അതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇതാണ് കേട്ടോ ആ വീഡിയോ എന്ന് പറഞ്ഞത്. കരോള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് 2 മിഠായികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് ആ ഡ്രസ്സ് ഇട്ടിട്ട് എടുത്ത ഫോട്ടോസ്. പിന്നെ നമ്മൾ അച്ഛനും അമ്മയും കൂടിയൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ ബൈ.